ദൈവമേ ദൈവമേ, നീ എന്നെ കൈവിട്ട് എന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞെരുക്കത്തിൻ്റെ കരച്ചിൽ കേൾക്കാതെയും നീ അകന്നു നിൽക്കുന്നത് എന്ത്? നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ ദൈവം കൈവിട്ടു എന്ന് നാം വിചാരിക്കുന്ന നിമിഷങ്ങളുണ്ടായേക്കാം. എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം പോലും എന്നെ ദൈവം സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നത്തിൽ നിന്ന് ദൈവം മാറി നിൽക്കുന്നു എന്ന് നാം ചിന്തിച്ചിരിക്കുന്ന സന്ദർഭങ്ങളുണ്ടായേക്കാം. എന്നാൽ ഞാൻ ഈ ആദ്യം പറഞ്ഞ വാക്യം അത് പുറത്തുനിന്ന് ഞാൻ എടുത്ത വാക്യമൊന്നുമല്ല. വേദപുസ്തകത്തിനകത്ത് ദൈവത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജാവായ ദാവീദ് എഴുതിയ വാക്യമാണ്. എന്തായിരിക്കും ദാവീദിന് അങ്ങനെ ഒരു വാക്യം എഴുതേണ്ട വന്നത്? ദൈവത്താൽ അഭിഷേകം പ്രാപിക്കുകയും തൻ്റെ വളരെ ചെറുപ്പകാലത്തിൽ മല്ലനായ ഗോലിയാത്തിനെ കൊന്ന് പിന്നെയുള്ള കാലത്ത് ശൗലിനെ മാറ്റി ഇസ്രായേലിൻ്റെ വലിയ രാജാവായ ദാവീദ് പറയുകയാണ്, ദൈവമേ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ദൈവം തൻ്റെ ജനത്തെ കൈവിടുമോ എന്നത് ഒരു വലിയ ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം വേദപുസ്തകത്തിൽ തന്നെയുണ്ട്. എന്നിട്ട് നമുക്കെന്താണെന്ന് അറിയാത്തതെന്നറിയാമോ? കാരണം നമ്മൾ ദൈവത്തെയല്ല കേൾക്കുന്നത്, മറിച്ച് മനുഷ്യനെയാണ്. മനുഷ്യൻ്റെ ചിന്തയിൽ ദൈവം എല്ലാ പ്രശ്നങ്ങൾക്കും വന്ന് നമ്മളെ ആ പ്രശ്നത്തിൽ നിന്ന് പിടിച്ചു കയറ്റുന്ന ഒരു ദൈവത്തെ പോലെയാണ് മനുഷ്യൻ ദൈവത്തെ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇടുന്നത് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിട്ടാണ്. വേദപുസ്തകം ഉടനീളം വായിച്ചു കഴിഞ്ഞാൽ വേദപുസ്തകത്തിനകത്ത് പരാജയപ്പെട്ടവൻ്റെ കഥയുണ്ട്. രക്ഷ യാതൊരു നിവൃത്തിയുമില്ലാതെ ജീവിക്കുന്ന മനുഷ്യൻ്റെ കഥയുണ്ട്. ദരിദ്രൻ്റെയും രോഗിയുടെയും കഥയുണ്ട്. ഒന്നുമല്ലായ്മയിൽ നിന്ന് ദൈവം ഉയർത്തിയ മനുഷ്യൻ്റെ കഥയുണ്ട്. അപ്പോൾ വേദപുസ്തകം ജയിച്ചവൻ്റെ മാത്രം കഥയല്ല, വേദപുസ്തകം വാസ്തവത്തിൽ തോറ്റുപോയവരുടെ കഥയാണ്. എന്നാൽ ദൈവം എന്താണ് മനുഷ്യനെ തോൽപ്പിക്കുന്നതെന്ന ചോദ്യം വേദപുസ്തകം വൃത്തിക്കൊന്ന് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ദൈവം നമ്മൾ ബലഹീനപ്പെടാതിരിക്കാൻ, ഏതൊരു പ്രതികൂല സാഹചര്യങ്ങളിലും പിടിച്ചു നിൽക്കുവാനുമായിട്ട് ദൈവം ഈ ലോകത്തിൻ്റെ പ്രതികൂലത നമ്മളിലേക്ക് വരുത്തിയിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ പ്രതികൂലതകളെ അതിജീവിച്ച് നമ്മൾ എത്തുന്ന ഏവൻ തോട്ടത്തിൽ നമ്മൾ പിന്നെ ഒരു സർപ്പത്താൽ പരീക്ഷിക്കപ്പെട്ടാലും പരാജയപ്പെടാത്ത വിധം നമ്മൾക്ക് ശക്തി പ്രാപിക്കും. ആദാം ഏവൻ തോട്ടത്തിൽ നിന്ന് ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ഞാൻ നഗ്നനാണ്, അതുകൊണ്ട് ഞാൻ മറഞ്ഞു നിൽക്കുന്നു. ഞാൻ നഗ്നനാണെന്ന് അതുകൊണ്ട് ഞാൻ മറഞ്ഞു നിൽക്കുന്നു ആദാം പറഞ്ഞപ്പോൾ ദൈവം മറുപടിയായി പറഞ്ഞത്, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, ആദാമിന് ഹവ്വയെയും സൃഷ്ടിച്ചപ്പോൾ അപ്പോൾ തന്നെ അവർ നഗ്നനായിരുന്നു. അവർ എന്നും സായം സമയത്ത് ദൈവത്തിൻ്റെ കൂടെ ആ തോട്ടത്തിൽ നടക്കുമായിരുന്നു. എന്നാൽ പരീക്ഷകൻ വന്ന് അവരെ ആ ഫലം കഴിപ്പിച്ചപ്പോൾ അവർക്ക് ആ ഒരു അവസ്ഥ മനസ്സിലാവുകയും അവർ ദൈവത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കേണ്ട അവസ്ഥയുണ്ടായി. മനുഷ്യൻ്റെ പാപം നിമിത്തം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു. അങ്ങനെ മനുഷ്യൻ്റെ ബലഹീന നിമിത്തം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ അതേ ബലഹീനതകളെ ജയിക്കുവാനായി മനുഷ്യനെ ലോകത്തിലേക്ക് ദൈവം അയച്ചു. ഇന്ന് ലോകത്തിന് എല്ലാ പ്രതികൂലങ്ങളെയും ദൈവം നമ്മുടെ മേൽ അയക്കുന്നത് നമ്മൾ ബലപ്പെടുവാനായിട്ടാണ്. ദൈവം മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല, ദൈവം അകന്നു നിൽക്കുന്ന ഒരു ദൈവമല്ല. ദൈവം തന്നെ മക്കളെ ഈ പരീക്ഷയിലും കണ്ടുകൊണ്ടിരിക്കുന്നു. അവനൊരിക്കലും നമ്മൾ നശിച്ചു പോകാൻ വരത്തില്ല. ഒരു നല്ലൊരു കഥയും കൂടെ ഞാൻ ഇതിനോട് ചേർത്ത് പറയുകയാണ്. ഒരു പരുന്ത് തൻ്റെ കുഞ്ഞിനെ വളർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് മുട്ടയിടുന്നത് അങ്ങ് ഉയരങ്ങളിലാണ്. ആ പരുന്തിൻ്റെ കുഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് ഏറ്റവും ഉയരമുള്ള നല്ല ആകാശവും നല്ല വിധാനവുമൊക്കെയാണ്. അവൻ താഴേക്ക് നോക്കുമ്പോൾ കൊച്ചു കൊച്ചു കിളികളും കൊച്ചു മൃഗങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് ആ പരുന്തിൻ്റെ കുഞ്ഞ് ആ കൂട്ടിലിരുന്ന് കാണും. അങ്ങനെ ഒരു സമയമാകുമ്പോൾ തള്ളപ്പരുന്ത് ഈ കുഞ്ഞിനെ തൻ്റെ ചിറകിൽ വഹിച്ചുകൊണ്ട് ഒരു പറക്കും. തൻ്റെ ഈ പറക്കത്തിലും തള്ളപ്പരുന്തിൻ്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞ് ഈ യാത്രയിൽ ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയാണ്. തള്ളപ്പരുന്തിൻ്റെ കയ്യിലിരുന്നുകൊണ്ട് ഈ പറയുന്ന ഒരു 90 അടി 900 അടി ഉയരത്തിൽ ഈ പരുന്ത് പറക്കുമ്പോൾ പരുന്തിൻ്റെ കുഞ്ഞ് താഴോട്ട് നോക്കി ആഹ്ലാദിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് തള്ളപ്പരുന്ത് ഈ കുഞ്ഞിനെ കൈവിട്ട് കളയും. കുറച്ച് കഴിയുമ്പോൾ തള്ളപ്പരുന്ത് കൈവിട്ട് ഈ കുഞ്ഞ് താഴേക്ക് പതിയും. അത്രയും നാളും തൻ്റെ അമ്മയുടെ മേലുള്ള തൻ്റെ വിശ്വാസവും തനിക്ക് കണ്ടിരുന്ന എല്ലാ മനോഹരമായ കാര്യങ്ങളുമെല്ലാം തനിക്കൊരു വിനയായി മാറുന്ന നിമിഷം താൻ ഭയങ്കര വേഗത്തിൽ താഴോട്ട് വീഴുകയാണ്. ഭയങ്കര വേഗത്തിൽ ഈ കുഞ്ഞ് താഴോട്ട് വീഴുകയാണ്. തൻ്റെ മരണം ഏത് നിമിഷം കാണുകയാണ്.
ഇതിപ്പോൾ ചിന്തിക്കും, താഴെ കാണുന്ന പാറക്കൂട്ടത്തെ മാത്രമാണ് ഇതിപ്പോൾ കാണുന്നത്. ചുറ്റുമുള്ള മനോഹരമായ കിളികളെ ഇത് കാണുന്നില്ല. താഴെ ഓടുന്ന മനോഹരമായ മൃഗങ്ങളെ ഇത് കാണുന്നില്ല. ദൈവം തൻ്റെ ഇത്രയും നാളും മണ്ടയ്ക്കിരുന്ന് കണ്ടിരുന്ന മനോഹരമായ പച്ചിപ്പൊന്നും ഇപ്പോൾ ഇത് കാണുന്നില്ല. ഇപ്പോൾ ഇത് കാണുന്നത് താഴെയുള്ള പാറക്കൂട്ടത്തെ മാത്രമാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ താൻ ഈ പാറയിലടിച്ച് തൻ്റെ ജീവിതം അവസാനിക്കും എന്ന പരുന്തിൻ്റെ കുഞ്ഞ് വിചാരിച്ചിരിക്കുന്ന നിമിഷം, പരുന്തിന് മാത്രം, അല്ലെങ്കിൽ പരുന്തിനെ പോലെ വലിയ പക്ഷികൾക്കൊക്കെ മാത്രമുള്ളൊരു കഴിവ് എന്താണെന്ന് അറിയാമോ? നമ്മുടെ വീഴ്ചയുടെ അതേ വേഗതയിൽ അതിന് താന്ന് പറക്കുവാൻ കഴിയും. ഇത് കാണാത്ത വേറൊരു കാര്യമുണ്ട്. ഈ പരുന്തിൻ്റെ കുഞ്ഞ് കാണാത്ത വേറൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ കൂടെ പറന്നിറങ്ങുന്ന അതിൻ്റെ തള്ളപ്പരുന്തിനെയാണ് അത് കാണാത്തത്. അതിൻ്റെ കൂടെ താൻ വീഴുന്ന അതേ വേഗതയിൽ ഒരു വലതു പക്ഷത്തോ ഇടതു പക്ഷത്തോ അതേ വേഗതയിൽ പറന്നിറങ്ങുന്ന, തന്നോടുകൂടെ തന്നെ താഴോട്ട് വീഴുന്ന തള്ളപ്പരുന്തിനെ ഈ പരുന്തിൻ്റെ കുഞ്ഞ് പലപ്പോഴും കാണാറില്ല. താൻ പാറമേൽ അടിച്ച് തീരുമെന്ന് വിചാരിക്കുന്ന ആ നിമിഷം ദൈവജനമേ, ആ നിമിഷം തള്ളപ്പരുന്ത് തൻ്റെ കുഞ്ഞിനെ പിന്നെയും വഹിച്ചുകൊണ്ട് പിന്നെയും ആകാശത്തിന് ഉയരങ്ങളിലേക്ക് പറന്നു പോകും. ഈ കാര്യം എന്തിനാണ് പറഞ്ഞതെന്നറിയാമോ? എൻ്റെ ജീവിതങ്ങളിലും ഇതുപോലെ പാറമേൽ അടിച്ചു പോകാവുന്ന ഒരുപാട് സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ഈ കണ്ട കാഴ്ചകളെല്ലാം മാറി നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ജീവിതം ഈ പാറമേൽ അടിച്ച് തീരുമെന്ന് വിചാരിച്ച നിമിഷത്ത് എൻ്റെ തള്ളപ്പരുന്ത്, എൻ്റെ യഹോവ എന്നെ അവസാന നിമിഷം അവൻ്റെ കൈകളിൽ വഹിച്ചുകൊണ്ട് ആ ഉയരങ്ങളിലേക്ക് വീണ്ടും പറന്നു പൊങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ജീവിക്കുന്നതിന് സാക്ഷിയായി നിങ്ങളുടെ മുന്നിൽ വചനം പറഞ്ഞു നിൽക്കുന്നതിൻ്റെ കാര്യം, ദൈവം നിങ്ങളെ അങ്ങനെ മഴിക്കാൻ വിടത്തില്ല, നശിക്കാൻ വിടത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ദൈവം നിങ്ങളെ ധാരാളമായി ബലപ്പെടുത്തും. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ നിങ്ങളെ ശല്യപ്പെടുത്തിയേക്കാം, നിങ്ങളെ മാനസികമായി തളർത്തിയേക്കാം, നിങ്ങൾ തോറ്റുപോകുമെന്ന് പിശാച് പറഞ്ഞേക്കാം, ദൈവം കള്ളം പറയുവാണെന്ന് പിശാച് പറഞ്ഞേക്കാം. അതൊന്നും നിങ്ങൾ കേൾക്കരുത്. ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച് അവൻ്റെ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് സന്തോഷമായിരിക്കുക. നിങ്ങൾക്ക് ദൈവം ഈ കാലത്തിനും ഈ പ്രയാസ സമയത്തിനും എല്ലാം ഒരു മാറ്റം തീർച്ചയായിട്ടും വരുത്തും. ആ സമയത്തിനായി കാത്തിരിക്കുക, ആ സമയത്തിനായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ മേൽ വെച്ചേക്കുന്ന ഈ ഒരു അവസ്ഥയെ സ്തോത്രം പറഞ്ഞുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തോട് നിൽക്കുക. കാരണം ദൈവം നിങ്ങളെ കാണുന്നതുകൊണ്ടാണ് ദൈവം നിങ്ങൾ കഷ്ടത അനുവദിക്കുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ.